ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു ഫ്ലവർ ജേർണലിംഗ് ചെയ്യാം. അപ്പം അതിന് ആവശ്യമായിട്ടുള്ള സാധനം അത് എടുത്തങ്ങോട്ട് വയ്ക്കുക. എന്നിട്ട് എൻ്റെ കയ്യിൽ 2 ബുക്കുണ്ടായിരുന്നു, ഓൺലൈനിൽ വരുത്തിച്ചതാണ്. അതിലൊരു ബുക്ക് ഞാൻ എടുത്തു. അത്യാവശ്യം പേജസ് 40 പേജസ് എങ്ങാണ്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ജേർണലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം പോയത് പിൻട്രസ്റ്റിലോട്ടായിരുന്നു. അവിടുന്ന് കുറേ സാധനങ്ങൾ തപ്പിപ്പിടിച്ച് പിന്നെ എൻ്റേതായ ബുദ്ധിയിൽ ഉദിച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്തു വെച്ചു. ഇതുപോലെ കുറേ അങ്ങനെ ചെയ്തു. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന ഈ ജേർണലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയെന്തോ സംഭവമാണ്, നമ്മൾ ഒത്തിരി ചെയ്ത് കിടന്ന് കഷ്ടപ്പെടാൻ വയ്യ എനിക്കൊന്നാമതേ. അപ്പം കഷ്ടപ്പാടുള്ള പണിയാണ് എന്നോർത്തുകൊണ്ട് ചെയ്യാതിരുന്നതാണ് ഞാൻ. അപ്പം പിന്നെ ഞാനൊരു വീഡിയോ കണ്ടു. ഈ ജേർണലിംഗ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പേജിലോട്ട് എഴുതി അതിൻ്റെ മുകളിൽ കൂടെ ചുമ്മാ എന്തെങ്കിലും പടം വരച്ച് വെച്ചാൽ തന്നെ അത് ജേർണലിംഗാന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഭംഗിയാക്കാൻ പറ്റുന്നത്രയും ഞാൻ ഭംഗിയാക്കി ജേർണലിംഗ് ചെയ്തു. അങ്ങനെയാണ് ഈ സ്റ്റിക്കറൊക്കെ മേടിച്ചത്. പിന്നെയാണ് എനിക്ക് ഈ ജേർണലിങ്ങിനോട് ഇച്ചിരി കൂടി ഇഷ്ടമൊക്കെ തോന്നി. അപ്പോൾ ഞാൻ എങ്ങനെയാണോ എന്നെക്കൊണ്ട് കഴിയാവുന്നത്രയും വിധം ഞാൻ ഇത് ഭംഗിയാക്കി കൊണ്ടുവരുവാണ്. അങ്ങനെ ഓരോരോ സാധനങ്ങൾ ഒട്ടിച്ചും വരച്ചും എഴുതിയൊക്കെ ഇതുപോലാക്കി. അപ്പം ഒരു പേജ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി അപ്പുറത്തെ പേജ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ ചെയ്തതെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പാർട്ട് 2-നായി.